പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ട് ആർ ദ നീഡ് ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ അതിൻ്റെ ആവശ്യകത എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ഘടകങ്ങളാണ് ഡിപ്രിസിയേഷനെ സ്വാധീനിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നീഡ് ഫോർ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. അത് നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പിൾ പഠിച്ചല്ലേ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു മാച്ചിങ് പ്രിൻസിപ്പിൾ, കോസ്റ്റ് ഓർ എക്സ്പെൻസ് ഓഫ് എ പർട്ടിക്കുലർ പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഓഫ് ദാറ്റ് പീരിയഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മെഷീനറി ഉപയോഗിച്ച് എന്താണ് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മെഷീനറി ഉപയോഗിക്കുന്നു. അപ്പോൾ മെഷീനറി ഉപയോഗിക്കുമ്പം ആ മെഷീനറി എത്രമാത്രം ഓരോ വർഷം ഉപയോഗിക്കുന്നു, ആ ഉപയോഗിച്ചതിൻ്റെ ചിലവ് നമ്മൾ എന്തെങ്കിലും ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം എന്ന് പറയും. അത് മാച്ചിങ് കോൺസെപ്റ്റ്. അപ്പോൾ അസറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓപ്പറേഷൻസ് ഫോർ ഏർണിംഗ് റവന്യൂ. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുന്ന അസറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ മെഷീനറി നമ്മൾ വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ് അല്ലേ. ആ ഗുഡ്സ് നമ്മൾ വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് സെയിൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിച്ചാൽ മെഷീനറി ഇപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കാലാവധി ഉണ്ടെങ്കിൽ, ഇപ്പോൾ വാങ്ങിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാൽ 50,000 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിച്ചു. 50,000 മെഷീനറി വാങ്ങിച്ചു, 10 വർഷമാണ് അതിൻ്റെ കാലാവധിയെങ്കിൽ 10 വർഷം നമ്മളത് ഉപയോഗിക്കും അല്ല. അത് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വർഷം ഉപയോഗിക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള എക്സ്പെൻസ് എന്ത് ചെയ്യണം? ആ വർഷത്തെ എക്സ്പെൻസിൽ ചാർജ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആ അസറ്റിൻ്റെ വില 10 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്യും. ഓരോ വർഷവും എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു മാച്ചിങ് കോൺസെപ്റ്റ്, അതുകൊണ്ട് നമ്മൾ ഓരോ വർഷം അതിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ആ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ മെഷീനറിയുടെ വില ഓരോ വർഷം കുറയും. ആ കുറയുന്ന എമൗണ്ട് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുന്നു? ആ വർഷത്തെ എക്സ്പെൻസിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ആവശ്യകത പറഞ്ഞത്, മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. അപ്പോൾ when an asset is used in the business for operation, its losses its value. ഇപ്പോൾ നമ്മളൊരു ഒരു അസറ്റ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സിനകത്ത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വാല്യൂവിൽ കുറവുണ്ടാവും അല്ല, വാല്യൂ കുറയും. ഇപ്പോൾ മെഷീനറി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം എന്ത് ചെയ്യില്ല, ആ എമൗണ്ട് ആവശ്യത്തിന് മെഷീനറി വിൽക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് യൂസ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിനകത്ത് നമ്മൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ്. ആ കുറയുന്ന വാല്യൂ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ ഈസ് എ കോസ്റ്റ് ലൈക്ക് അതർ എക്സ്പെൻസസ്. അപ്പോൾ മറ്റ് ചിലവുകൾ പോലെ തന്നെ എന്താണ് ഒരു ചിലവായിട്ട് നമ്മൾ എന്ത് കണക്കാക്കണം? ഡിപ്രിസിയേഷനെ കണക്കാക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്. ഇപ്പോൾ ലോസ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. ലോസ് നമുക്ക് വിലയിൽ ഉണ്ടാകുന്ന കുറവാണ്. അപ്പോൾ അത് എക്സ്പെൻസ് പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ചിലവാക്കിയ ഒരു പൈസയാണ്. അത് നമ്മൾ ഓരോ വർഷവും ഉപയോഗിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഡിപ്രിസിയേഷൻ ഈസ് എ കോസ്റ്റ് ലൈക്ക് അതർ എക്സ്പെൻസ്. മറ്റ് എക്സ്പെൻസ് പോലെ തന്നെ എന്താണ്? ഒരു ചിലവാണ് ഡിപ്രിസിയേഷനും എന്താണ്? ഒരു ചിലവാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വർഷം ആ ചിലവ് നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ്സിൽ, അതായത് നമ്മളിപ്പോൾ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു 50,000 രൂപ ചിലവഴിച്ചു. 50,000 രൂപ ചിലവഴിച്ചത് 10 വർഷം അതിൻ്റെ കാലാവധിക്ക് ഓരോ വർഷം നമ്മൾ 5,000 രൂപ അതിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാണ്. അപ്പോൾ അസറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ചിലവാണ് ഓരോ വർഷം 5,000 രൂപ. ആ 5,000 നമ്മൾ എന്താണ്? ഡിപ്രിസിയേഷൻ പറയും. അപ്പോൾ ഡിപ്രിസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സാലറി, റെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്? ഡിപ്രിസിയേഷനും ഒരു ചിലവായിട്ട് കണക്കാക്കണം അക്കോർഡിംഗ് ടു മാച്ചിങ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് കൺസിഡറേഷൻ ഓഫ് ടാക്സ്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഈസ് എ ഡിഡക്റ്റബിൾ കോസ്റ്റ് ഫോർ ടാക്സ് പർപ്പസസ്. ഇപ്പോൾ ബിസിനസ്സിൽ ലാഭം ഉണ്ടായാൽ അല്ല, ബിസിനസ് വെൻ ഏൺസ് പ്രോഫിറ്റ്, we have to pay tax to the government on profit made by the business. ബിസിനസ് എത്രമാത്രം ലാഭമുണ്ടോ ആ ലാഭത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ഓരോ വർഷവും ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചിലവിനകത്ത് എന്തുകൂടി ഉൾപ്പെടുത്തും? ഡിപ്രിസിയേഷനും കൂടി ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ഈസ് കൺസിഡേർഡ് ഫോർ എ ഡിഡക്ഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സ് പർപ്പസസ്. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രിസിയേഷൻ കൂടി ചാർജ് ചെയ്യും അല്ല. ഡിപ്രിസിയേഷനെ കൂടി എക്സ്പെൻസിനെ കൂടി കൂട്ടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ഈസ് കൺസിഡേർഡ് ഫോർ ടാക്സ് പർപ്പസ്. തേർഡ് വൺ, ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മളിപ്പോൾ ഒരു
ഡിപ്രിസിയേഷൻ അസറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അല്ല, ഇഫ് ഡിപ്രിസിയേഷൻ ഓൺ അസറ്റ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ഫോർ, then the assets will be overvalued and the balance sheet will not be debit the correct financial position of the business. നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മെഷീനറിൻ്റെ വില നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്, ഓരോ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാതെ 50,000 തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബാലൻസ് ഷീറ്റിനകത്ത് മെഷീനറിൻ്റെ വില എന്തായിരിക്കും, എല്ലാ വർഷവും 50,000 ആയിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും അതിന് 50,000 വില കിട്ടുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് കൃത്യമായിട്ടുള്ള ഒരു എന്താ ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ യഥാർത്ഥ സാമ്പത്തിക പൊസിഷൻ കാണിക്കാൻ വേണ്ടി ഇത് സഹായിക്കില്ല. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാതിരുന്നാൽ കാണിക്കില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആ അസറ്റിൻ്റെ യഥാർത്ഥ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അസറ്റിനകത്ത് ഉണ്ടാകുന്ന വിലക്കുറവ് കൃത്യമായി കാണിച്ചില്ലെങ്കിൽ എന്തായാലും അസറ്റ് ഓവർ വാല്യൂ അല്ലെ, കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ കൂടുതലായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആക്ച്വലി അത്ര വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെഷീനറി വാങ്ങിച്ചു, നമ്മൾ ഒരു വർഷം ഉപയോഗിച്ചു, അടുത്ത വർഷം നമ്മൾ 50,000 തന്നെ കാണിക്കുകയാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ വില, അല്ല മെഷീനറിൻ്റെ വില 50,000 തന്നെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ശരിക്കും അതിന് 50,000 വില ഉണ്ടാവില്ല അല്ലേ. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 50,000 കിട്ടില്ല. അപ്പോൾ അത് ശരിക്കുള്ള ഒരു വില കാണിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായ വില കാണിക്കണം ബാലൻസ് ഷീറ്റിനകത്ത്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ധനകാര്യ പദ്ധതികൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ആസ്തികളുടെ യഥാർത്ഥ വില കാണിക്കുന്നതിന് എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ മസ്റ്റ് ബി ചാർജ്. സോ അതാണ് പറഞ്ഞ് ഇത് ഡിപ്രിസിയേഷൻ ഹെൽപ്സ് ടു പ്രൊവൈഡ് ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്സിൻ്റെ യഥാർത്ഥ സാമ്പത്തിക നില കാണിക്കുന്നതിന് വേണ്ടി ഡിപ്രിസിയേഷൻ സഹായിക്കുന്നതാണ് മറ്റൊരു കാര്യം, അതിൻ്റെ ഒരു ആവശ്യകത എന്നുള്ള രീതിയിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കംപ്ലൈൻസ് വിത്ത് ലോ. അതായത് സം ലോസ് കമ്പൽ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ടു പ്രൊവൈഡ് ഡിപ്രിസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കമ്പനികൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ നിർബന്ധമായിട്ടും ചാർജ് ചെയ്യണമെന്ന് എവിടെ പറയുന്നത്, കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ അതിന് ഓരോ അസറ്റിനും ഇത്ര പെർസെൻറ്റേജ് പറയുന്നുണ്ട്. ഓരോ അസറ്റ് ഇപ്പം ലാൻഡിന് ഇത്രയായിരിക്കണം, അല്ലെങ്കിൽ മെഷീനറി ഇത്രയായിരിക്കണം, ഫേർണിച്ചർ ഇത്രയായിരിക്കണം, കൃത്യമായ നിർദ്ദേശങ്ങൾ എവിടെയുണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചില നിയമങ്ങൾ, ഇപ്പോൾ ചില ഓർഗനൈസേഷൻ, ചില എന്താണ് സ്ഥാപനങ്ങളുടെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് ഓരോ ആസ്തികളും എത്രമാത്രം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് പ്രത്യേക കമ്പനീസ് ലോയിലും അല്ലെങ്കിൽ പ്രത്യേക നിയമങ്ങളും ഉള്ളത് കൊണ്ട് ആ നിയമം പാലിക്കാൻ ആര് ബാധിച്ചിട്ടാണ്, ബിസിനസ് സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരായതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് കമ്പനീസ്, പ്രധാനമായിട്ടും കമ്പനീസിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനികളുടെ ആസ്തികൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കാണിച്ചിരിക്കണം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. അപ്പോൾ അതാണ് കംപ്ലയൻസ് വിത്ത് ലോ. നിയമം പാലിക്കാൻ എല്ലാവരും ബാധിച്ചിട്ടാണ്. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ്, രാജ്യത്തുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലാം എന്ത് ചെയ്യണം, ആ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യകത അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ്റെ എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കോസ്റ്റ് ഓഫ് അസറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താ വരുമോ, ഇപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിച്ചപ്പോൾ ആ മെഷീനറി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ ഒക്കെ വാങ്ങിക്കാം അല്ലേ. ഇപ്പോൾ ഡൽഹിയിൽ നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു. ആ വാങ്ങിച്ച മെഷീനറി നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്പോർട്ടഡ് ടു ഫാക്ടറി. നമ്മൾ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ ഫാക്ടറിയിൽ അത് എത്തിക്കണം അല്ലേ. അപ്പോൾ അതിന് എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും. ഇനി അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റാം. ചിലപ്പോൾ അത് ചില മെഷീനറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അല്ലേ, ഇൻസ്റ്റലേഷൻ ചാർജസ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കാൻ നമുക്ക് ചില ചിലവുകൾ ആവശ്യമായി. വലിയ മെഷീനറിയൊക്കെ എന്ത് ചെയ്യണം, അത് ഫ്ലോറിനകത്ത് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ചില എക്സ്പെൻസ് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസുകളും ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് മീൻസ് ഇൻവോയ്സ്, പ്രൈസ് ആൻഡ് അതർ കോസ്റ്റ് നെസസറി ടു പുട്ട് ദ അസറ്റ്സ് ഇൻ ദ യൂസ് ഓർ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഒരു അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്രദമാക്കുന്നതിന് അല്ലെ ഉപയോഗയോഗ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ ചിലവുകളും ചേർന്ന് നമ്മൾ അതിന് എന്ത് ചെയ്യുക, ആ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പർച്ചേസ് പ്രൈസ് മാത്രമല്ല, എന്താണ്, ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും, പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി വരുന്ന എല്ലാ ചിലവുകളും വരും. അപ്പോൾ അതിനകത്ത് എന്ത് വരും, കോസ്റ്റ് പ്രൈസ് വരാം. അപ്പോൾ കോസ്റ്റ് ഈക്വൽ ടു നമുക്കെന്ത് പറയാം, കോസ്റ്റ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസിന് നമ്മൾ അതിൻ്റെ ബില്ലിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ബില്ല് കിട്ടും. ആ ബില്ലിനകത്ത് കാണിക്കുന്ന എമൗണ്ടാണ് പർച്ചേസ് പ്രൈസ്. അതിൻ്റെ എന്താണ് കമ്പനിക്ക് കൊടുക്കുന്നത്, ആ മാനുഫാക്ചർ ചെയ്ത കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് പർച്ചേസ് പ്രൈസ്.
പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് അറിയണം. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉണ്ടാകുന്ന ചിലവ്. അപ്പോൾ നമ്മൾ ആ ഫാക്ടറിയിൽ നിന്ന് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തനം സജ്ജമാക്കണമെങ്കിൽ ചിലപ്പോൾ ചിലവ് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോറിൽ അത് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ മെഷീനറിയൊക്കെയാണ്, വലിയ ഫാക്ടറിയിൽ വലിയ മെഷീനറിയൊക്കെ വരുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിലത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, കുറച്ച് സിറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നമുക്കത് ഇവിടെ കൊണ്ടുവരാനുള്ള ചിലവ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു വാങ്ങിച്ച സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഫാക്ടറിയിൽ അത് എത്തിച്ചാൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന മൊത്തം എക്സ്പെൻസാണ് നമ്മൾ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓർ ഓൾ അതർ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഫോർ പുട്ടിംഗ് ദ അസറ്റ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ. ഇപ്പോൾ വർക്ക് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും ചേർന്ന് നമ്മൾ എന്ത് ചെയ്യാം, കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒറിജിനൽ കോസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ മീൻസ് പാസ്റ്റ്. അല്ല, നമ്മൾ ചിലവഴിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. അല്ല, നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്ന മെഷീനറിക്ക് ഇത്ര വിലയാകും എന്നൊക്കെ രേഖപ്പെടുത്തുന്നില്ല. മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞു, പിന്നെ അതിനുശേഷം അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചിലവാണ്. അതുകൊണ്ട് അതിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ഈസ് മറ്റൊരു പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെ ഒറിജിനൽ കോസ്റ്റ് അല്ലെ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് പ്രൈസ് പ്ലസ് ഓൾ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഫോർ മേക്കിംഗ് ദ അസറ്റ് ഇൻ യൂസ്. അപ്പോൾ ഒരു അസറ്റ് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന എല്ലാ ചിലവുകളും എന്ത് വരും, ആ അസറ്റിൻ്റെ കോസ്റ്റിൽ ഉൾപ്പെടുന്ന പറയും. നെക്സ്റ്റ് രണ്ടാമത്തെ തന്നെ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡിയൽ വാല്യൂ. നെറ്റ് റെസിഡിയൽ വാല്യൂ എന്ന് എന്താണ്? ഇപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, മെഷീനറി നമ്മൾ 10 വർഷമെന്ന് പറഞ്ഞു അല്ലേ, 10 വർഷം അത് ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പുതിയ മെഷീനറി വാങ്ങിക്കും അല്ല. പുതിയ മെഷീനറി വാങ്ങി പഴയ സാധനം എന്താ ചെയ്യുക, പഴയ സാധനം അവിടെ തന്നെ വെക്കുമോ? എന്ത് ചെയ്യും? അത് നമ്മൾ കൊടുത്തു ഒഴിവാക്കും അല്ലെ, വിൽക്കും അല്ലേ. നമ്മളത് വെറുതെ അവിടെ വെച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, പഴയ സാധനം നമ്മൾ ആക്രി വിലക്ക് വെക്കും അല്ലേ. പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിലക്കാണ് നമ്മൾ പറയുക നെറ്റ് റെസിഡിയൽ വാല്യൂ എന്ന് പറയുക. നെറ്റ് റെസിഡിയൽ മീൻസ് ഫൈനൽ ഓർ ഇറ്റ് ഈസ് കോൾഡ് സ്ക്രാപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ. സ്ക്രാപ്പ് വേസ്റ്റ് വെക്കുക നമ്മൾ അല്ലേ, വേസ്റ്റായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, തൂക്കി വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ സെയിൽ വാല്യൂ ഓഫ് ദ അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ്, അതിൻ്റെ ഉപയോഗപ്രദമായ ലൈഫ് കഴിഞ്ഞതിന് ശേഷം വിൽക്കുമ്പം നമുക്ക് ലഭിക്കുന്ന തുകയ്ക്കാണ് നമ്മൾ പറയുക നെറ്റ് റെസിഡിയൽ വാല്യൂ എന്ന് പറയുക, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂനെ സാൽവേജ് വാല്യൂ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ എക്സ്പെൻസസ് നെസറി ഫോർ ദ ഡിസ്പോസൽ ഓഫ് ദ അസറ്റ്. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി നമുക്ക് ചിലവുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രാപ്പ് ഒരു മെഷീനറി നമ്മൾ വിൽക്കുന്നു. അപ്പോൾ മെഷീനറി വിൽക്കുമ്പോൾ നമുക്ക് ആ മെഷീനറി വിൽക്കാൻ വേണ്ടി നമ്മൾ ചിലവ് ഒരു ആളുമായി ധാരണയാക്കി. ഇപ്പോൾ എന്താണ്, നമുക്കതിനെ കൂടി അയാൾ ഒരു 50,000 രൂപ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യും, ഈ വിൽക്കുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ ചിലപ്പോൾ പരസ്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പരസ്യം ചിലപ്പോൾ നമുക്കൊരു 5,000 രൂപ ചിലവായിട്ടുണ്ടാവും. അപ്പോൾ 20,000 എന്ത് ചെയ്യണം, 5,000 രൂപ ലെസ് ആയിട്ട് എന്ത് ചെയ്യണം, 25,000 എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന 25,000 അത് നമ്മൾ പരസ്യം കൊടുക്കാൻ വേണ്ടി 5,000 രൂപ ചിലവായിട്ടുണ്ട് അല്ലേ. 5,000 രൂപ കുറച്ചിട്ട് ബാക്കി 20,000 രൂപയാണ് നമ്മൾ അതിൻ്റെ കാണിക്കുക നെറ്റ് റെസിഡിയൽ വാല്യൂ അല്ലെ സ്ക്രാപ്പ് വാല്യൂ. അതായത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ എക്സ്പെൻസസ് നെസറി ഫോർ ദ ഡിസ്പോസൽ ഓഫ് അസറ്റ്. അപ്പോൾ ആ അസറ്റ് വിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചിലവായിട്ടുണ്ടെങ്കിൽ ആ ചിലവ് എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന എമൗണ്ട് അകത്ത് ലെസ് ചെയ്യണം പറയും. അപ്പോൾ ഇതാണ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡിയൽ വാല്യൂ. അതായത് ഒരു ആസ്തി അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈം, അതിന് ഒരു കൃത്യമായ ഒരു ലൈഫ് ടൈം പറഞ്ഞാവും. ഇപ്പോൾ 10 years അല്ലെങ്കിൽ 20 years ലൈഫ് ടൈം ഉണ്ടാവും. 10 അല്ലെങ്കിൽ 20 വർഷമാണ് ലൈഫ് ടൈം എങ്കിൽ ആ 20 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിലക്കാണ് നമ്മൾ പറയുക നെറ്റ് റെസിഡിയൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ പറയും. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി നമുക്ക് ചിലവായ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം പറയും. ഈ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. ഇപ്പോൾ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. ഡിപ്രീഷ്യബിൾ കോസ്റ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് നെറ്റ് റെസിഡിയൽ വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ 50,000 മെഷീനറിയാണ് വാങ്ങിച്ചത്, 10 വർഷം നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് 50,000 ആണ്. 10 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ നമുക്ക് 5,000 രൂപ വിൽക്കുന്നിരിക്കാം. അപ്പോൾ നെറ്റ് റെസിഡിയൽ വാല്യൂ 5,000 ആണ്. അപ്പോൾ ഇവിടെ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് 50,000 മൈനസ് 5,000 45,000 എന്ന് പറയുക ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. അപ്പോൾ ഈ 45,000 നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആക്ച്വലി
ചിലവ്. കാരണം 50,000 സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് എന്തും ഇത് വിൽക്കുമ്പോൾ 5,000 കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും ആക്ച്വലി എത്ര ചിലവുള്ളൂ? 45,000 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഡിപ്രീഷ്യബിൾ കോസ്റ്റിനാൽ എന്താണ് ആക്ച്വൽ കോസ്റ്റിനകത്ത് എന്ത് ചെയ്യാം? നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ലെസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പൈസനകത്തുനിന്നും നമുക്ക് അവസാനം വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ ലെസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. നമ്മൾ ഡിപ്രീഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചിലവ് എത്രയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 50,000 ചിലവാക്കി 5,000 നമുക്കിത് വിറ്റ് കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ശരിക്കും നമുക്ക് എത്ര ചിലവ് വരുന്നു? 45,000 മാത്രമേ വരുന്നു. അപ്പോൾ 45,000 മാത്രമേ നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുള്ളൂ. അത് ഡിപ്രീഷ്യബിൾ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 4th വൺ, എസ്റ്റിമേറ്റഡ് ലൈഫ്. ഇപ്പോൾ ഒരു അസറ്റിന് നമുക്ക് എന്താ പറയുക? ലൈഫ് ഉണ്ട് അല്ല. എസ്റ്റിമേറ്റഡ് ഇക്കണോമിക് ഓർ കൊമേഴ്സ്യൽ ലൈഫ് ഓഫ് ദ അസറ്റ്. എന്താണ് ഇക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ മെഷീനറി വാങ്ങിച്ച് നമ്മൾ 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ആ മെഷീനറി അവിടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ പറ്റാതെ ഉപയോഗിക്കാൻ പറ്റില്ല. ലൈഫിൽ അതിന് ലൈഫ് കഴിഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവിടെ ഉണ്ട്. ബട്ട് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. അപ്പോൾ അതാണ് എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ആ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈഫിനെ നമ്മൾ ഇക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലൈഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ ബിസിനസ് ഫോർ ഓപ്പറേഷൻ. അപ്പോൾ ബിസിനസ് ഓപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പീരീഡിനാണ് നമ്മൾ എന്താ ഇക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 വർഷമാണ് അതിൻ്റെ കാലാവധിയെങ്കിൽ നമുക്ക് ആ 10 വർഷം മാത്രമേ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഫിസിക്കലി അവിടെ ഉണ്ടാവും അത്. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ്. സാധനം അവിടെ ഉണ്ടാവും പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എത്രമാത്രമാണ് നമുക്ക് ബിസിനസ്സിന് ഓപ്പറേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവധി, ആ ഉപയോഗിക്കാൻ പറ്റുന്ന കാലത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഇക്കണോമിക് ലൈഫിനെ കൊമേഴ്സ്യൽ ലൈഫ് ഓഫ് ദി അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഫിസിക്കൽ ലൈഫ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ലൈഫ് ഇമ്പോർട്ടൻ്റ് അല്ല. ബിക്കോസ് an asset may still exist physically but may not be commercially viable for production. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്താണ് ഫിസിക്കലായിട്ട് അവിടെ ഉണ്ടാവും. ഫിസിക്കൽ ലൈഫ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സാധനം അവിടെ ഉണ്ടാവും പക്ഷെ നമുക്ക് എന്താ പറ്റില്ല? ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ ലൈഫിന് പ്രാധാന്യമില്ല. എന്ത് ചെയ്യണം? അതിൻ്റെ ഇക്കണോമിക് ലൈഫിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്താ പറ്റില്ല? വയബിൾ ഉപയോഗശൂന്യമല്ല, ഉപയോഗപ്രദമല്ല. ഇപ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പറ്റുന്ന കാലാവധിക്ക് നമ്മൾ എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റഡ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ ആവശ്യകത എന്താണ്, അതുപോലെ തന്നെ ഡിപ്രിസിയേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.